വിമലേ, ഇരടാ, വിമല എവിടെ പോയി? പോയി. ഇത്ര കാലത്തെ? അല്ല, ഇന്നലെ രാത്രി. എവിടെ? വിമല കുഞ്ഞിന്റെ വീട്ടിലേക്ക്. കണ്ണി ചോരയുണ്ടോ ഈ മനുഷ്യന്? ഒന്നേ ഉള്ളൂ. അതിനെ കുത്തും തൊഴിയും കൊള്ളാനാണോ അങ്ങോട്ട് തന്നെ പറഞ്ഞേക്കുന്നത്? മോളെ, ഇന്നലെ രാത്രിയിൽ തന്നെ നിന്നെ ഇറക്കി വിടായിരുന്നത് അച്ഛന്റെ മര്യാദ. നിന്നെ പുറന്തണ്ണയിൽ കിടത്തായിരുന്നത് അച്ഛനുള്ള സ്നേഹം കൊണ്ട്. ഇപ്പൊ നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കുന്നത് അച്ഛൻ നിന്നോടുള്ള കൂടുതൽ സ്നേഹം കൊണ്ട്. താങ്കൾ നിർത്തുന്നുണ്ടോ? അവൾ ജീവിക്കേണ്ടത് നമ്മളുടെ കൂടെ അല്ല, അവളുടെ ഭർത്താവിന്റെ കൂടെയാണ്. അവൾക്കത് ഇഷ്ടമല്ലെങ്കിലോ? ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ ശ്രമിക്കണം. ഇഷ്ടപ്പെടാതെ ഇറങ്ങി പുറപ്പെടാൻ തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഒരുപാട് വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കാണും. മോളെ, ജീവിതം ഭ്രാന്തരത്തൊരു കുതിരയാണ്. അതിനെ കടിഞ്ഞാണിട്ട് കീഴടക്കുന്നതിലാണ് കുടുംബജീവിതത്തിന്റെ വിജയം. നല്ല പാർട്ടിയാ. നേരം വെളുത്തപ്പം മുതൽ ഞങ്ങൾ അവിടെ അന്വേഷിക്കാം. ഒന്ന് പറഞ്ഞിട്ട് പോരായിരുന്നില്ലേ? അവൾ അവളുടെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞില്ലെന്നേ. പറഞ്ഞിട്ട് പോന്നിരുന്നെങ്കിൽ ചേട്ടാ അവിടെ കിടന്ന് ഇങ്ങനെ വിഷമിക്കോ? ഭാര്യയെ കാണാതെ കുത്തിയിരുന്ന് കരയായിരിക്കും അല്ലേ? അമ്മേ, എന്താ അമ്മയ്ക്ക്? എന്റെ പൊന്നമ്മായി, ഒരു വികാരത്തിന് ഇറങ്ങിപ്പോന്നത് ശരി. അതുപോലെ അങ്ങോട്ട് കയറി ചെന്നാൽ കാര്യം തീർന്നില്ലേ? ശ്രീനി ഇന്ന് ആഫീസിൽ പോയില്ലേ? ഇന്ന് പോകുന്ന ലക്ഷണമൊന്നുമില്ല. സങ്കടപ്പെട്ട് കുത്തിയിരിക്കുക പാവം. മോള് ചെല്ല്, ഇനി താമസിക്കണ്ട. നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? പോ മോളെ, അതാണ് നിന്റെ വീട്. ചേട്ടത്തി ചെന്ന് മോളെ എടുത്തോണ്ട് വാ. ഞാനിപ്പോ വരാം. ഭാരതി, എന്താ ഭാരതിക്ക്? 2 കപ്പ് കാപ്പി. പാടൂ. സോ ഞാൻ പറഞ്ഞു വരുന്നത്, മറക്കുക, ക്ഷമിക്കുക. ഫർഗെറ്റ് ആൻഡ് ഫർഗീവ്. എന്റെ സ്വന്തം ചേട്ടനെയോ അനിയനെയോ ഇൻസൾട്ട് ചെയ്താൽ എനിക്കിതിന്റെ പകുതി വിഷമം തോന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അല്പം നിലവിട്ട് പെരുമാറിയത്. അതപ്പോഴത്തെ വിഷമം കൊണ്ടല്ലേ എന്ന് വെച്ച്. ശരിയാണ്, അവൾ ചെയ്തത് തീർച്ചയായും ധിക്കാരമാണ്. ശ്രീനി, കല്യാണം കഴിഞ്ഞ് 8 വർഷങ്ങൾക്ക് ശേഷം ജനിച്ച കുഞ്ഞാണ്. അതിന് ഒരുപാട് നേർച്ചയും വഴിപാടും ഉരുളി കമഴത്തിലും ഒക്കെ ചെയ്തതാണ്. ഒരുപാട് കൊഞ്ചിച്ചു വളർത്തി. ഞാനോ ഭാരതിയോ പോലും അവളോട് മുഖം സംസാരിച്ചിട്ടില്ല. അതൊക്കെ ശരിയാണ്. പക്ഷേ അച്ഛനമ്മമാരും ഭർത്താവും തമ്മിൽ വ്യത്യാസമില്ലേ? താൻ ഇപ്പോഴും പിടിച്ചിട്ട് തന്നെ നിൽക്കുകയാണല്ലോ. ഞാൻ എന്റെ മോളെന്നെ ആയിരിക്കല്ല. തനിക്കറിയാമോ, ഇന്നലെ രാത്രിയിൽ തന്നെ അവളെ തിരിച്ചുകൊണ്ടെന്ന് തന്നെ ഏൽപ്പിക്കാൻ തുനിഞ്ഞതാ. പിന്നെ ഏതായാലും നേരം വെളുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് രാവിലെ സതീഷ് വന്നത്. എനിക്ക് വിഷമമൊന്നുമില്ല. ദാറ്റ്സ് ഗുഡ്. ദാറ്റ്സ് എ സ്പിരിറ്റ് ഓഫ് ഹാർമണി. തന്നോട് ഞാനൊരു രഹസ്യം പറയാം. തന്റെ ഭാര്യയുടെ അമ്മയുണ്ടല്ലോ, എന്റെ ഭാര്യ, അവൾ എന്താ സാധനമെന്നറിയാവോ? ഏത് കാര്യത്തിലും ഏത് നേരത്തും എന്നോട് കയറി ഉടക്കും. സന്തോഷമോ സമാധാനമോ വേണ്ടെന്ന് വെക്കാം, സൂര്യം പോലും തരില്ല. എന്റെ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഞാനൊരു ഹെൻപെക്ട് ഹസ്ബൻഡ് ആണെന്നല്ലേ? ആയിക്കോട്ടെ. അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. വിമലയ്ക്ക് 3-3.5 വയസ്സുള്ളപ്പോ ശ്രീമതി ഭാരതി ഒരു ദിവസം ഞാനുമായിട്ട് ഉടക്കി കുഞ്ഞിനെ എടുത്തോണ്ട് ഒറ്റ പോക്കും. പിറ്റേ ദിവസം ഞാൻ ചെന്ന് മോളെയും കൊണ്ടുവന്നു. ഞാൻ വിളിച്ചാലേ വരുവുള്ളെന്ന് ഭാരതി, വിളിക്കയില്ലാന്ന് ഞാൻ. ഇങ്ങനെ എത്ര നാൾ കഴിഞ്ഞു? 7 വർഷം. ഒടുവിൽ ഒരു ദിവസം ശ്രീമതി ഭാരതി താനെ കയറി വന്നു. അതാണ് തന്റെ ഭാര്യയുടെ അമ്മയായ എന്റെ ഭാര്യയുടെ കഥ. കുഞ്ഞേ, വിമല കുഞ്ഞ് വന്നിട്ടുണ്ട്. കുടിക്കാൻ നിലത്തുണ്ട്. ഇവിടെ നിൽക്കുകയാണോ? പാർട്ടി ഇവിടെ ചമ്മി നിൽക്കുക. വാ, ഞാൻ പോയി വിളിച്ചോണ്ടിരാം. കാഫി വേണ്ട. ഒന്ന് വരണം സാറേ. നാണിക്കാനൊന്നുമില്ല. ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അദ്ദേഹം അവിടെ ചമ്മി നിൽക്കുക.
ആരെങ്കിലും ഒരാൾ മുൻകൈ എടുത്തില്ലെങ്കിൽ സംഗതി ആകെ കുഴയും. ആ അത് ഞങ്ങൾ നോക്കിക്കോളാം, താനൊന്ന് പോയേ. ആഹാ, ഇപ്പൊ ഞാൻ പുറത്തായോ? രണ്ടിനെയും കൂടി കൂട്ടിയിണക്കാൻ ഓടിത്തളർന്നത് ഞാന്. എത്രയും വേഗം ഒരു പെണ്ണ് കിട്ടാൻ കൊതിച്ചവനായി ഞാൻ. ഇവിടത്തെ ഈ പങ്കപ്പാട് കാണുമ്പോ അടുത്ത ജന്മത്തിൽ പോലും അതിനിടവരുത്തല്ലേ എന്നാണ് എന്റെ പ്രാർത്ഥന. ചിരിക്കൊന്നും വേണ്ട, വരൂ വരൂ, വെറുതെ ചേട്ടന്റെ മുമ്പിൽ ഹാജരാക്കട്ടെ. ചെറുക്കനെ കൊണ്ട് ഞാൻ തോറ്റു. ആ ചേട്ടാ, ദാ ചേട്ടത്തി. ഒന്ന് പോടാ. ഇപ്പൊ എന്തായി? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ രണ്ടും പുറത്താകുമെന്ന്. വാനിപ്പോ അങ്ങോട്ടല്ല, പുറത്തേക്ക്. ഇന്ന് ആഘോഷത്തിന്റെ ദിവസമാണ്, മൈ ബർത്ത്ഡേ. Thanks. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എത്രാമത്തെ? എനിക്കിപ്പോ 34 വയസ്സ്. എന്തോ 34 years, 34 വയസ്സ്. എന്റെ ഭാര്യക്ക്, മോളെ ലൂസി, നിനക്ക് എത്ര വയസ്സായി? ഞാൻ പറയാം, 16. യു ആർ റൈറ്റ്. അവളെ കണ്ട 16 വയസ്സേ തോന്നൂ, പക്ഷേ വയസ്സ് 28 അപ്പൊ അങ്കിൾ വേണ്ടി 20 കൊല്ലം സിംഗപ്പൂരിലായിരുന്നു പറഞ്ഞതോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ചേട്ടാ, പിന്നെ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നുണയായിരുന്നു. ഇപ്പോ പറഞ്ഞത് മാത്രമാണ് സത്യം. അപ്പോ ഈ നല്ല ദിവസത്തിന്റെ ഓർമ്മയ്ക്കായി, ഈ നല്ല നിമിഷത്തിന്റെ ഓർമ്മയ്ക്കായി ഞാൻ ഇവനെ തുറക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. എനിക്ക് വേണ്ട, വൈ? ഞാൻ കഴിക്കില്ല. മാഡം, ദിസ് ഈസ് സിമ്പിൾ ആൻഡ് പ്യൂർ സ്കോച്ച്. ഇതിൽ ആൽക്കഹോളിന്റെ അംശം വളരെ കുറവാണ്. ഇന്നത്തേക്ക് എനിക്കും ലൂസിക്കും വേണ്ടി പ്ലീസ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ചിയേഴ്സ്. Cheers. ലൂസി ഡാർലിംഗ്, കിസ് മീ. മതി, എന്റെ കോട്ട കഴിഞ്ഞു. ഇന്ന് കോട്ടയുമില്ല, റേഷനുമില്ല. യു മസ്റ്റ് കീപ് കമ്പനി വിത്ത്. വേണ്ട, ഞാൻ ഒറ്റപ്പക്കാരനാ. ഇപ്പൊ തന്നെ 2 ഇനിയും കുടിച്ചാൽ ഒന്നും സംഭവിക്കില്ല. ഉം. ഞാൻ ഏറ്റു. ശരിട്ടാ, എന്താ ഇത്? എത്രയായി? മതി. വില്യംസ്, give me large. എനിക്കൊന്ന് കുടിക്കണം. എന്താ തരില്ലേ?